പ്രിയമുള്ളവരെല്ലാവർക്കും നമസ്കാരം. മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ചിന്തകളെ സംബന്ധിച്ചാണ്. അതെ, തോട്ട് എനർജി. നിങ്ങളുടെ ചിന്തകൾ ഓരോന്നും എനർജിയായിട്ട് ഫോം ചെയ്ത് അത്ഭുതകരമായ ഒരു സ്ഫോടനാത്മകമായ പരിവർത്തനം വരുത്താൻ ഉതകുന്നതാണ് നമ്മൾ കൊണ്ടു നടക്കുന്ന ചിന്തകൾ. അത് മനുഷ്യനായി ജന്മം കൊണ്ട് ഏത് വ്യക്തികൾക്കും തൻ്റെ ചിന്തകളെ സ്വരൂപിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തും നമുക്ക് നേടാൻ സാധിക്കും. ഒപ്പം തന്നെ ചേർത്ത് വായിക്കുക, ഈ ചിന്തകളെ ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ ജീവിതം തകർത്ത് കളയും. അപ്പോൾ ഈ ചിന്തകളെയല്ലേ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ചിന്തകൾ എപ്പോഴും വിത്തുകൾ പോലെയാണ്. വിത്തുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഡ്. ഒരു ചെറിയൊരു നെൽമണിക്കുള്ളിലല്ലേ ഒരു വലിയ നെൽക്കതിരിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് സർവ്വസ്വാതന്ത്ര്യത്തോടെ ഉപയോഗിക്കാൻ പറ്റുന്ന ചിന്തകളെ നമ്മുടെ കൺട്രോളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം. ആ ചിന്തകളെ വരുതിയിലാക്കാൻ കഴിവുള്ളവർ മാത്രമാണ് ജീവിതത്തിൽ വിജയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് അതിൻ്റെ ഒരു സൈക്കോളജി, അതിൻ്റെ ഒരു പ്രവർത്തന രീതിയെ സംബന്ധിച്ച് ഒന്ന് മനസ്സിലാക്കാം. ആ മനസ്സിലാക്കൽ തന്നെ പലരുടെയും കണ്ണ് തുറപ്പിച്ചാൽ തീർച്ചയായിട്ടും ഈ ജീവിതം തന്നെ നിങ്ങൾക്ക് ധന്യധന്യമാക്കാൻ സാധിക്കും. കാരണം 10 പൈസ മുടക്കില്ലാതെ നമുക്ക് അനസ്യൂതം ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ചിന്തകൾ. ആ ചിന്തകളെ ഏത് ഡയറക്ഷനിൽ ഉപയോഗിക്കണം, കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം മാത്രമാണ്. ഇനി ഒന്ന് അറിയാനായിട്ട് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞോളട്ടെ, അപ്രോക്സിമേറ്റ് ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കും നമ്മുടെ ചിന്തകളെ സംബന്ധിച്ച്. ഒന്ന്, 35,000 മുതൽ 70,000 പരം ചിന്തകൾ കടന്നു പോകാനുള്ള കപ്പാസിറ്റിയുള്ള ബ്രെയിനാണ് നമ്മുടെ മനസ്സിലാക്കുക. നമ്മുടെ ന്യൂറോൺസിലേക്ക് വരുന്ന ഓരോ ചിന്തയും അത് അടുത്തയിലേക്ക് പാസ് ചെയ്യും, അതിനടുത്തയിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ നിരന്തരം നമ്മൾ സ്ഥിരമായി കൊണ്ട് നടക്കുന്ന ചിന്തകൾ ഒരു ന്യൂറൽ പാത്വേ സെറ്റായി അത് നമ്മുടെ സ്വഭാവമായി ബിഹേവിയറായി മാറും. ഈ ബിഹേവിയറാണ് ഒരു ബയോമാഗ്നറ്റ് പോലെ നമ്മളിലേക്ക് എല്ലാത്തിനെയും വലിച്ചടുപ്പിക്കുന്നത്. മറക്കരുത്, 35,000 മുതൽ 70,000 പരം ചിന്തകൾ കടന്നു പോകുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് നമ്മൾക്കുള്ളത്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല അത്രയൊന്നും. ഇതിൽ തന്നെ പ്രധാനമായിട്ടും 3 കാറ്റഗറി ഓഫ് തോട്ട്സ് ഉണ്ട്, 3 വിഭാഗങ്ങളുണ്ട്, ഡിവിഷനുണ്ട്. അതിലൊന്ന് വേസ്റ്റ് തോട്ട്സാണ്. വേസ്റ്റ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ വേണ്ട, അത് നമ്മളെല്ലാം സ്ഥിരം കൂടുതൽ കൊണ്ട് നടക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിൽ വേസ്റ്റ് തോട്ട്സ് ഇടിച്ച് കയറാനുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ വേസ്റ്റ് തോട്ട്സ് ഉണ്ട്. രണ്ടാമത്തെ റിച്ച് തോട്ട്സാണ്. റിച്ച് തോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യമുള്ളത്, വാല്യൂ ഉള്ളത്, ഇന്നും നാളെയും നമുക്ക് മറക്കരുതാതെ ചെയ്യേണ്ട കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, റെസ്പോൺസിബിലിറ്റിയെ സംബന്ധിച്ചുള്ള ചിന്തകളാണ് റിച്ച് തോട്ട്സ്. റിച്ച് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, മൂല്യമുള്ളത്. അതും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കറിയുള്ളൂ. ഇന്ന് നമ്മുടെ കടമകൾ, ഉത്തരവാദിത്തങ്ങൾ അതേതാണ്, ഒരു ടു ഡു ലിസ്റ്റ് എന്നൊക്കെ പറയും, അത് ഓർത്ത് കണ്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ചിന്തയാണ് റിച്ച് തോട്ട്സ്. ആദ്യത്തെ വേസ്റ്റ്, രണ്ടാമത്തെ റിച്ച്. മൂന്നാമത്തെ തോട്ട്സാണ് ക്രിയേറ്റീവ് തോട്ട്സ്, സൃഷ്ടിപരമായ ചിന്ത. എന്തും സൃഷ്ടിക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ചിന്തയായിരിക്കും. ആ ചിന്തയിലൂടെ മാത്രമേ എന്തിനെ സൃഷ്ടിക്കാൻ പറ്റൂ. ഇപ്പം എനിക്ക് ചുറ്റും കാണുന്ന ഈ ലൈറ്റിങ്സും അല്ല ഈ ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലേ, ഇതൊരു വ്യക്തിയുടെ ചിന്തയിൽ കണ്ടത്, അല്ലെ ഏതാനും വ്യക്തികളുടെ മനസ്സിൽ കണ്ടതല്ലേ അത് പിന്നീട് എന്തായിട്ട് മാറിയത്, മാനിഫെസ്റ്റ് ചെയ്യപ്പെട്ടത്. അത് സൃഷ്ടിപരമായ ചിന്തയാണ്. ഒരു ശില്പം ഉണ്ടാക്കണമെങ്കിൽ ആ ശില്പിയുടെ മനസ്സിൽ സൃഷ്ടിപരമായ ചിന്തയല്ലേ ആ ശില്പമായിട്ട് ഭാവിയിൽ രൂപാന്തരപ്പെടുന്നു. അപ്പം നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ആദ്യം അതിനെ സംബന്ധിച്ചുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ചിന്തയല്ലേ അതിനെ സൃഷ്ടിക്കുന്നത്. അതിനെയാണ് ക്രിയേറ്റീവ് തോട്ട്സ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മളില്ലാതെ പോകുന്നതാണ് പ്രശ്നം. അപ്പോൾ 3 തരം ചിന്തകളുണ്ട്. വേസ്റ്റ് തോട്ട്സ് ഉണ്ട്, റിച്ച് ഉണ്ട്, ക്രിയേറ്റീവ് ഉണ്ട്. റൈറ്റ്? ഇതിനെ എപ്പോഴും നമ്മൾ അവെയർ ആണെങ്കിൽ മാത്രമേ അറിയാൻ സാധിക്കൂ. വേസ്റ്റിനെ ആട്ടിപ്പായിക്കുക, ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ടെക്നിക്ക്. അത് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കണം. എവിടെയാണല്ലോ പലർക്കും സാധിക്കാതെ വരുന്നത്. പലരും പറയുന്നുണ്ട് ഈ അമിത ചിന്തയാണ് എൻ്റെ പ്രശ്നം. ഇനി ഓവർ തിങ്കിങ് എന്നൊക്കെ പറയും. ഈ ഓവർ തിങ്കിങ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ ഉപയോഗിക്കാം. നല്ല ഡയറക്ഷനിലേക്കാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ഓവർ തിങ്കിങ് പലപ്പോഴും വെറുതെ ഇരുന്ന് ചിന്തിച്ച് നമ്മൾ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ 3 തരം ചിന്തകളിൽ ഏത് തരത്തിലുള്ള ചിന്തയാണോ മെജോറിറ്റി നമ്മൾ കൊണ്ടു നടക്കുന്നത് അതായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ്. പറയാറുണ്ട്, ദ മെജോറിറ്റി ഓഫ് തോട്ട്സ് വാട്ട് യു ആർ ക്യാരിയിങ് ഇൻ യുവർ കോൺഷ്യസ് മൈൻഡ് ദാറ്റ് ബിക്കം യു ആർ. എന്താണേലും അത് തന്നെയായി മാറുന്നു. അപ്പം നമ്മുടെ ഭാവിയുടെ ജയപരാജയങ്ങളായിക്കോട്ടെ എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ ഇരിക്കുന്നത്, കയ്യിൽ തന്നെയല്ലേ. ഓരോരുത്തരുടെ കയ്യിലാണ് എൻ്റെ റിമോട്ട്. ഈ റിമോട്ട് ഉപയോഗിക്കുന്ന അനുസരിച്ചാണ് ഓരോ വ്യക്തികളിലും ഇപ്പോൾ എത്തപ്പെട്ടിരിക്കുന്നത്. അതിനായിട്ട് നമ്മൾ അറിയുക, യുവർ തോട്ട്സ് ബിക്കം യുവർ വേർഡ്സ് ആൻഡ് ആക്ഷൻ.
നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വാക്കുകളും ആക്ഷനായിട്ട് മാറുന്നത്. ദീസ് വേർഡ്സ് ആൻഡ് ആക്ഷൻ ബിക്കം യുവർ ഹാബിറ്റ്സ്. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ ശീലം. ഹാബിറ്റ് ബിക്കം യുവർ ബിഹേവിയർ. ബിഹേവിയറിൻ്റെ ട്രാക്ക് വീണ് കഴിഞ്ഞു. ഓരോ ന്യൂറോൺസിലേക്ക് കിട്ടുന്ന തോട്ടും ആക്ഷനും അത് അടുത്തയിലേക്ക് പാസ് ചെയ്യും. അങ്ങനെ ന്യൂറൽ പാത്ത് വേ തന്നെ സെറ്റ് ആകുമ്പോൾ ബിഹേവിയറായി മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ദീസ് ബിഹേവിയർ ബിക്കം യുവർ ക്യാരക്ടർ. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം. ഓരോ വ്യക്തികളും വ്യത്യസ്ത വ്യക്തിത്വങ്ങളാകുന്നത് എന്താണ്? അവരുടെ ബിഹേവിയറിൽ നിന്നാണ്. ദീസ് ബിഹേവിയർ ബിക്കം യുവർ ക്യാരക്ടർ. ഒരു ക്യാരക്ടറിന് ഉടമ ആരായിട്ടുണ്ടോ അവരുടെ ഡെസ്റ്റിനിയിലെത്തുന്നു, ആ പ്ലാറ്റ്ഫോമിൽ. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ആ പ്ലാറ്റ്ഫോം നിങ്ങളുടെ എവിടെ നിന്ന് വന്നാണ്? ഈ ക്യാരക്ടറിൽ നിന്നാണ്. ഒരു ഡെസ്റ്റിനിയിലെത്തിയ വ്യക്തികൾ അവരിൽ നിന്ന് വരുന്ന ചിന്ത അതിന് സമാനമായിട്ടുള്ളതായിരിക്കും. അതുകൊണ്ടാണ് സക്സസ് പീപ്പിൾ എപ്പോഴും സക്സസ്സിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവർ മെജോറിറ്റി സക്സസിൻ്റെ തോട്ടായിരിക്കും വരിക. ഫെയിലുവേഴ്സ് എപ്പോഴും ഫെയിലുവർ ആയിക്കൊണ്ടേയിരിക്കും. അതാണ് ദാരിദ്ര്യത്തിലും എപ്പോഴും സ്വയം ശപിച്ചും ഏതിനെയും ദാരിദ്ര്യത്തോടെയും പുച്ഛത്തോടെയും കാണുന്നവർ ആ തോട്ട് പ്രോസസ്സിലേക്ക് വീണ്ടും അത്ര നെഗറ്റീവ് ചിന്തകൾ കയറുന്നു, അവർ തന്നെ അടിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു തോട്ട് സൈക്കിൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. യുവർ തോട്ട്സ്, നേരത്തെ പറഞ്ഞ 3 തരത്തിലുള്ള ചിന്തകളുണ്ട്. യുവർ തോട്ട്സ് ബിക്കം യുവർ വേർഡ്സ് ആൻഡ് ആക്ഷൻ. ദീസ് വേർഡ്സ് ആൻഡ് ആക്ഷൻ ബിക്കം യുവർ ഹാബിറ്റ് ബിക്കം യുവർ ബിഹേവിയർ ബിക്കം യുവർ ക്യാരക്ടർ ബിക്കം യുവർ ഡെസ്റ്റിനി. ആ ഡെസ്റ്റിനി ബിക്കം വീണ്ടും നമ്മുടെ തോട്ട് സൈക്കിളിലേക്ക് പോകും. ഇതിലൂടെയാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലെ ഉയർച്ച താഴ്ചകൾ എന്ന് പറയുന്നത്. ഈ ഒരു സിമ്പിളായിട്ടുള്ള ആശയം തന്നെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇന്നു മുതൽ നിങ്ങൾ നീങ്ങുന്നതെങ്കിൽ അത് ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.